സുരേന്ദ്രൻ, താങ്കൾക്ക് മറുപടി പറയാം. വസീഫിന്റെ മറുപടിയിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ശ്രീ ടി പി ജയേന്ദ്രൻ പറയണം. അതോടൊപ്പം വൈശാഖിനെ മാത്രം, അവിടെ ഒരു സംഘർഷമാണ് ഉണ്ടായത്. ഇരുവിഭാഗം വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടി. അതിൽ വൈശാഖിനെ മാത്രം സസ്പെൻഡ് ചെയ്ത നടപടിയെ എങ്ങനെയാണ് നിങ്ങൾ ന്യായീകരിക്കുന്നത്, അല്ലെങ്കിൽ അതിനോട് എന്താണ് പ്രതികരണം എന്ന് അറിയേണ്ടതുണ്ട്. ശ്രീമതി സ്മൃതി പരുത്തിക്കാട് നേരത്തെ കുറെ കാര്യങ്ങളെതിരെ നിങ്ങൾ പറഞ്ഞു വെച്ച് പോവുകയുണ്ടായി. മറുപടി പറയാനുള്ള അവസരം നിങ്ങൾ അല്ല ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ശ്രീഹരി, നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ പറ. ശ്രീഹരി, നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ പറ. ഞാനൊന്ന് വ്യക്തമാക്കട്ടെ. ഒന്ന്, സ്മൃതി, എല്ലാവർക്കും അവരുടെ വിശ്വാസ പ്രമാണങ്ങളും പ്രചരണം നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ തിരിച്ചു ചോദിക്കുന്നത്, ഒന്ന്, RSSും BJPയുമായി ഈ സംഭവത്തിൽ യാതൊരു ബന്ധവും ഇല്ല. ABVPയുടെ പരിപാടി നടന്ന പരിപാടിയല്ല ഇത്. ഇതിൻ്റെ തുടക്കം എവിടെയാണ്? കോമ്പസിൽ താങ്കൾ പറഞ്ഞ മാതിരി ഇതൊരു പ്ലക്കാർഡാണ് അദ്ദേഹം രാമരാജ്യത്തെക്കുറിച്ച് പറഞ്ഞത്. പ്ലക്കാർഡിൻ്റെ മുമ്പ് കോമ്പൗണ്ടിൽ ഉയർത്തിയ ഒരു ബാനർ ഈ പറയുന്ന നമ്മുടെ വൈശാഖിൻ്റെ നേതൃത്വത്തിൽ വലിച്ചു കീറി താഴെ ഇട്ടത് ശരിയാണോ വസീഫെ? ഈ വൈശാഖ് പണ്ടും അവിടെ പല സംഘർഷങ്ങളിലും നടപടിക്ക് വിധേയനായിട്ടുണ്ടോ? ആ പ്രദേശത്ത് ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അത് ഞാൻ ന്യായീകരിക്കാനോ തള്ളി പറയാനോ ഇല്ല, അതിൻ്റെ പേരിൽ ഇദ്ദേഹം പോയിട്ട് NIT ഡയറക്ടറെയും മറ്റുള്ളവരെയും തള്ളി സംഘർഷമുണ്ടാക്കാൻ ശ്രമിച്ചതും അദ്ദേഹത്തിൻ്റെ മാർഗ്ഗ തടസ്സപ്പെടുത്തിയതിനെയും എന്തും ചെയ്യാനുള്ള ലൈസൻസ് ആർക്കാണ് വസീഫെ ഉള്ളത്? ഗവർണർക്ക് നേരെ ഉണ്ടെന്ന് പറഞ്ഞ് പോയവർക്ക് സംരക്ഷണമില്ലെങ്കിൽ ഇപ്പം കേൾക്കാനില്ലല്ലോ നമുക്ക്. അപ്പം ആരുടെയൊക്കെ സംരക്ഷണ തലവിൽ നമ്മൾ പലതും ചെയ്യും. പിന്നെ നിങ്ങൾ ഞാൻ കൈകൂപ്പി അല്ല, ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങളുടെ അവിടെ ഉണ്ടായിരുന്ന, ഞാൻ മനസ്സിലാക്കിയത്, റിപ്പോർട്ടറിൻ്റെ സാനിയോ മനോമി വളരെ കൃത്യമായിട്ട് ഒരു 5-8 മണിക്കൂർ മുമ്പ് അത് നിങ്ങളുടെ ചാനലിൽ കൂടെ പുറത്തു വിട്ടിട്ടുണ്ട്. പിന്നെ എന്തിനാ എൻ്റെ വായി കൂടി ഇത് പറയിപ്പിക്കുന്നത്? കേസ് എടുത്തിട്ടില്ല എന്നും റിപ്പോർട്ടർ ചാനലിലെ നിങ്ങളുടെ അവിടുത്തെ റിപ്പോർട്ടർ വന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, അത് നിങ്ങളുടെ ലേഖിയോട് ചോദിച്ചിട്ട് പറയാൻ പറ്റാത്ത അത്ര മോശം കാര്യങ്ങളാണോ? അഭിപ്രായ സ്വാതന്ത്ര്യം പ്രകടിപ്പിക്കാനാണെങ്കിൽ ഗവർണറുടെ തന്തയുടെ വകയല്ല കേരളം എന്ന ബോർഡ് വെക്കാനുള്ള അവകാശം ഉണ്ടെങ്കിൽ, കേരളത്തിലെ ഗവർണറുടെ തന്തയുടെ വകയല്ല എന്നും വെക്കാൻ അവകാശമുള്ളിടത്തിന് നമുക്ക് കുറ്റം കാണാത്തവർക്ക് അത് വലിച്ചു കീറുന്നത് തെറ്റാണെന്ന് പറയുമ്പോൾ ആരുടെ ബാനറും വലിച്ചു കീറുന്നത് തെറ്റല്ലേ? അവിടെ പോയിട്ട് NITയുടെ ഡയറക്ടറെയും അവിടുത്തെ മറ്റു ഉദ്യോഗസ്ഥന്മാരുടെയും തടസ്സപ്പെടുത്തിക്കൊണ്ട് പ്ലക്കാർഡും പിടിച്ച് അവരെ തടസ്സപ്പെടുത്തുകയും സംഘർഷം ഉണ്ടാക്കുകയും നടപടി എടുത്തിട്ടുണ്ടാവില്ലേ? ഇതൊക്കെ കളവാണെങ്കിൽ പോലീസ് കേസെടുക്കാൻ വിസമ്മതിച്ചത് ഈ ചോദ്യത്തിനൊന്നും ഉത്തരവില്ലല്ലോ. ഇനി ഗാന്ധി വധത്തിൽ ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ വസീഫിനോട്. ഏത് സംഘടനയിൽ ഇരിക്കുമ്പോഴാണ് വസീഫെ ഗാന്ധി കൊല്ലപ്പെടുന്നത്? ഹിന്ദു മഹാസഭ. അതിൻ്റെ അന്നത്തെ നേതാവ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുമോ നിങ്ങൾ ആരാണ് എന്ന്? നിർമ്മൽ ചന്ദ്ര ചാറ്റർജി. ആരായിരുന്നു നിർമ്മൽ ചന്ദ്ര ചാറ്റർജി? സോമനാഥ് ചാറ്റർജിയുടെ പിതാവ്. ഈ കുറ്റകൃത്യം ചെയ്തതിന് ശേഷം ശ്രദ്ധിക്കണം നിങ്ങൾ, ഞാനിത് ഗൂഗിൾ സെർച്ച് ചെയ്ത് കിട്ടുന്ന കാര്യമാണ് പറയുന്നത്. അദ്ദേഹം ഏത് പാർട്ടിയിൽ ചേർന്നു? അദ്ദേഹത്തിന് എന്തൊക്കെ പ്രമോഷൻ കിട്ടി? ദുരൂഹതകളില്ലേ? അതിന് എപ്പോഴെങ്കിലും RSSും BJPയും ന്യായീകരിച്ചിട്ടുണ്ടോ? സോമനാഥ് ചാറ്റർജിയുടെ പിതാവ്, അദ്ദേഹം അധ്യക്ഷനായിരിക്കുന്ന ഒരു സംഘടന ഈ മാരകമായ ന്യായീകരണം നടത്തിയപ്പോൾ അദ്ദേഹത്തെ കൂടി കുറ്റവാളിയാക്കുകയും ശിക്ഷാനുള്ള വിധേയമാക്കുകയും ചെയ്യേണ്ടതായിരുന്നില്ലേ? അദ്ദേഹത്തിന് സ്ഥാനമാനങ്ങളും കയറ്റവും കൊടുക്കുന്നതിൽ പിന്നീട് എന്ത് താല്പര്യമാണ് ഉണ്ടായത്? ഇത് പറയുമ്പോഴും നാഥുറാം വിനായക ഗോഡ്സെയുടെ ചെയ്തികളെയോ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെയോ ഇന്നേ വരെ BJP സ്വീകരിക്കുന്നില്ല. BJP അതിന് ശക്തിയുക്തം എതിർക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുന്നു. പക്ഷേ CPM ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന് പറയാൻ സാധിക്കുമോ? ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഭാരതത്തിൻ്റെ പാർലമെന്റിനകത്തും പുറത്തുമുള്ള ഏതെങ്കിലും കോടതി രേഖകളിൽ RSS ആരോപണ വിധേയമായിട്ടുണ്ടോ? ഇതൊന്നുമില്ലാതെ കേരളത്തിൽ ഒരുപക്ഷെ ആരുടെയൊക്കെയോ കയ്യടി കിട്ടാൻ നിങ്ങൾ ഈ കാണിക്കുന്ന നിലവാരം കുറഞ്ഞ പദ്ധതികൾ മാത്രമല്ല, ഇത് പറയുന്നവരൊക്കെ കോടതിയിലെത്തുമ്പോൾ മാപ്പ് പറയുന്നു എന്നുള്ളതും നമ്മുടെ മുമ്പിൽ ദൃഷ്ടാന്തമില്ലേ സ്മൃതി? ഒരു നുണ ആവർത്തിച്ചുകൊണ്ട് തങ്ങളുടെ ഇംഗിതനുസരിച്ച് വരുത്തി തീർക്കാനുള്ള ശ്രമമല്ലേ? വൈശാഖിൻ്റെ കരിഞ്ഞകാല ചരിത്രം വസീഫ അധികം ദൂരെയൊന്നുമല്ലല്ലോ നിങ്ങളുടെയും എൻ്റെയും വീട്ടിൽ നിന്ന് NIT. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള നടപടി എന്താണ് ഇതിന് മുമ്പുണ്ടായിരുന്നതെന്ന് രേഖപ്പെടുത്താൻ പറയാൻ എന്താ വൈമനസ്യം? അന്വേഷിക്കൂ നിങ്ങൾ. അപ്പം ഇതുമായിട്ട് ഞാൻ തുറക്കെ പറയുന്നു, അത് നടന്നതിൽ RSSുമായിട്ടോ BJPയുമായിട്ടോ ABVPയുമായിട്ടോ തരിമ്പെങ്കിലും ബന്ധമുണ്ട് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ? അതുകൊണ്ടല്ലേ നിങ്ങളുടെ പോലീസ് കേസെടുക്കാൻ മറുപടി പറഞ്ഞോളൂ. അതിനുശേഷം ഞാൻ ദാമോദർ പ്രസാദിലേക്ക് പോകുന്നു. ന്യായമില്ലെന്ന് അറിയാവുന്നതുകൊണ്ടല്ലേ?
അതിന് പിന്നിലെ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.